പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തത്. ഇവിടെ 2ാമത്തെ യൂണിറ്റിലെ ദുനിയാ കെ രഖ്വാലെ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദേഖിയെ, ഈ സൻസാർ ബനാനെ വാലെ എന്ന് തുടങ്ങുന്ന പാട്ട്, ഈ പാട്ട് നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഈ പാട്ടിലെ ഹം ആവാസ് അൽഫാസ് കണ്ടെത്താനാണ് ആദ്യത്തെ പ്രവർത്തനം. വളരെ സിമ്പിളായി നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാവുന്നതാണ്. എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പാട്ടിലെ ഹം ആവാസ് അൽഫാസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ബനാനെ വാലെ. ബനാനെ വാലെ എന്നതിൻ്റെ അതേ ശബ്ദത്തിൽ വരുന്ന മറ്റൊരു പദമാണ് ബഹാനെ വാലെ എന്നത്. ബനാനെ വാലെ, ബഹാനെ വാലെ എന്നത് ഹം ആവാസ് അൽഫാസ് ആണ്. ബനാനെ വാലെ, ബഹാനെ വാലെ. ഇതുപോലെ തന്നെ ഒരുപാട് ഹം ആവാസ് അൽഫാസ് ഉണ്ട്. ആക്ക, ആക്ക എന്നതുപോലെ തന്നെയാണ് തൊട്ട് താഴെയുള്ള വാല എന്നത്. ആക്ക, വാല എന്നത് ഹം ആവാസ് അൽഫാസ് ആണ്. ആക്ക, ഇവിടെ വാല. ഇനിയുമുണ്ട് ഒരുപാട്. ഏതൊക്കെയാണ്? ദേഖിയെ, ബനായ, അതുപോലെ തന്നെയാണ് തൊട്ടു താഴെയുള്ള ബനാന. ബനായ, ബനാന. ഇനി മറ്റൊന്ന് നോക്കൂ, മാന. മാന എന്നതുപോലെ തന്നെയാണ് ഇവിടെ പായ. ഉജാല, നിക്കാല, അല്ലേ? ഉജാല, നിക്കാല. ഇവയെല്ലാം എന്താണ്? ജിഹ, ഇവയെല്ലാം ഹം ആവാസ് അൽഫാസ് ആണ്. ഹം ആവാസ് അൽഫാസ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു 4 ജോഡിയാണ് നമുക്കിവിടെ എഴുതാനുള്ളത്. എല്ലാവരും ഈ പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹം ആവാസ് അൽഫാസ് ഇവിടെ ജോഡിയായിട്ട് എഴുതിയെടുക്കുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ദുനിയാ കെ രഖ്വാലെ എന്നതിലെ മറ്റൊരു പ്രവർത്തനം. ഇവിടെ 4 വരികൾ കൊടുത്തിട്ടുണ്ട്. 2 വരിക്ക് നമ്മൾ പറയല് ഷേർ എന്നാണ് പറയാം. ഇതാ ഷേർ എന്നാണ് 2 വരിക്ക് പറയാം. 2ൽ കൂടുതൽ വരികൾ ഉണ്ടെങ്കിൽ അതിന് പറയൽ അഷാർ എന്നാണ് പറയുക. അഷാർ. ഷേർ പറഞ്ഞാൽ 2 വരി. 2ൽ കൂടുതൽ എത്ര വരികൾ വന്നാലും അതെന്താവും? അഷാറാവും. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ കുറച്ച് അഷാർ കൊടുത്തിട്ടുണ്ട്. അഥവാ 4 വരിയുണ്ട് ഇവിടെ. ഈ 4 വരിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് യെ ദുആഇയ നസ്മ് കെ അഷാർ ഹെ. ഇത് ഒരു പ്രാർത്ഥനാ ഗീതത്തിലെ വരികളാണ്. ഇസ്മേ ഖുദാ കെ ബാരെ മേ ബയാൻ കർത്താ ഹെ. ഇതിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ഖെ എന്തെന്നാൽ എന്താ വിവരിക്കുന്നത്? ഖുദാ ഇസ് ദുനിയാ കോ ബനാനെ വാലാ ഹെ. സൻസാർ എന്നതിൻ്റെ മറ്റൊരു പദമാണ് ദുനിയ എന്നത്. ദുനിയ എന്ന് പറഞ്ഞാലും സൻസാർ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നാണ്. അപ്പോൾ ഈ വരിയാണ് സൻസാർ ബനാനെ വാല എന്ന ഈ വരിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഏത് രീതിയിൽ? ഇസ് ദുനിയാ കോ ബനാനെ വാലാ ഹെ ഓർ സൂരജ് കോ ചംകാനെ വാലാ ഹെ. ഓർ സൂരജ് കോ ചംകാനെ വാലാ ഹെ. കണ്ടോ? ഈ വരി തന്നെയാണ് ഇവിടെ ചംകാനെ വാലാ ഹെ എന്ന രീതിയിൽ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറയാണ് ദുനിയാ കെ രഖ്വാലെ നസ്മ് കാ പസന്ദീദ ഷേർ ചുൻകർ ലിഖിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വരി ഇവിടെ എഴുതിയിട്ട് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ മത്തലബ് എഴുതണം എന്നുള്ളതാണ്. അതിൻ്റെ ആശയം എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതണം? ഇവിടെ ആശയം എഴുതണം. അപ്പോൾ നമ്മൾ ആശയം എഴുതാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഏതെയ്യാം? നമുക്ക് തൽക്കാലം ഈ 2 വരികൾ തന്നെ എഴുതാം. ഹാക്ക് സെ ഫൂൽ ഉഗാനെ വാലെ ദരിയാവുങ്കോ ബഹാനെ വാലെ എന്നുള്ള എഴുതാം. അതെല്ലാവരും ഒന്ന് എഴുതുക. ഈ താഴെ ഇവിടെ ഇങ്ങനെ എഴുതുക. താഴെ 2 വരിയിൽ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മത്തലബ് എഴുതാൻ പോവാം. അപ്പോൾ നമ്മൾ മത്തലബ് എന്ന് എഴുതി. മത്തലബ് എഴുതാൻ പോവാണ്. അപ്പോൾ മത്തലബ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ എഴുതണം എന്നുള്ളത് നമ്മളൊന്ന് തീരുമാനിക്കണം കേട്ടോ. മത്തലബ് നമ്മൾ എഴുതുമ്പോൾ
ആദ്യം ഈ രണ്ട് വരി അതിന് ഉറുദുവിൽ പറയാം എ ഷെയർ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷെയർ എന്ന് പറഞ്ഞാൽ രണ്ട് വരി. എ ഷെയർ. നസ്മ. നസ്മ. നസ്മ എന്ന് പറഞ്ഞാൽ പദ്യം. ആ പദ്യത്തിൻ്റെ പേര് എന്താണ്? പദ്യത്തിൻ്റെ പേര് ദുനിയാ കെ रखवाले अല്ലേ? दुनिया के रखवाले से लिया गया है. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വരിയുടെ മൊത്തലബ് ചോദിച്ചാലും എഴുതാൻ കഴിയണം. എന്താണ് ഇവിടെ? എ ഷെയർ. ആ തന്ന രണ്ട് വരി. ഇനി നിങ്ങളോട് ഒരുപാട് വരികൾ തന്നിട്ട് ഈ വരികളുടെ ആശയം എഴുതാനാണ് എന്ന് പറയുകയാണെങ്കിൽ ഷെയർ എന്നുള്ളിടത്ത് എന്താണ് ഉണ്ടാവുക? അവിടെ ഉണ്ടാവുക അഷാർ എന്നാണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അഷാർ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിവിടെ ഷെയർ എന്നുള്ളതിന് പകരം എന്ത് ചെയ്താൽ മതി? അഷാർ എന്ന് എഴുതിയാൽ മതി. അഷാർ നസ്മ ദുനിയാ കെ രഖ്വാലെ സെ ലിയാ ഗയാ ഹെ. ബാക്കിയൊക്കെ അതുപോലെ എഴുതാം. ഈ ബ്രാക്കറ്റ് ഈ കോമട്ട ഈ വരിൻ്റെ ഇടയിൽ ഇവിടെ എന്ത് ചെയ്യുക? പാട്ടിൻ്റെ പേര് എഴുതുക. പാട്ട് മീൻസ് കവിതയുടെ പദ്യത്തിൻ്റെ പേര് എഴുതുക. അപ്പോൾ ആ പാഠത്തിൻ്റെ പേര് എന്ത് ചെയ്യുക? പദ്യം വരുന്ന ആ പാഠത്തിൻ്റെ പേര്, ആ പേര് എഴുതുക. അതിൽ നിന്നുള്ള വരികളാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ആ പാട്ട് നമുക്കറിയാവുന്ന പാട്ടാണെങ്കിൽ അത് എന്തിനെക്കുറിച്ചുള്ള പാട്ടാണെന്നറിയാം. എന്താണ് ഇത്? എന്താണ്? ഏ ദുആയ നസ്മിക്ക് അഷാർ ഹൈ. അഷാർ എന്ന് പറഞ്ഞാൽ കുറേ അഷാർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഷെയറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ്? ഏ ദുആയ नज़्म का शेर है. ओके, नज़्म का शेर है. ഇത് ദുആയ നസ്മിലെ പ്രാർത്ഥനാ ഗീതത്തിലെ രണ്ട് വരികളാണ്. രണ്ട് വരി നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏത്? ഈ രണ്ട് വരിയാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഹാക്ക് സെ പൂലു ഗാനെ വാലെ. ഇനി നമ്മൾ എഴുതേണ്ടത് ഇതുപോലെ തന്നെ എഴുതാം. ഇസ്മേ ഖുദാ കെ ബാരെ മേ ബയാൻ കർത്തേ ഹേ കെ. ഇസ്മേ ഖുദാ കെ ബാരെ മേ ബയാൻ കർത്തേ ഹൈ കെ. ഇസ്മേ ഖുദാ കെ ബാരെ മേ ബയാൻ കർത്തേ ഹേ കെ. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഖുദാ ഇസ് ദുനിയാക്കോ ബനാനെ വാലാ ഹേ എന്നത് ഈ വരിയിൽ നിന്നാണ് എടുത്ത് എഴുതിയത്. ഖുദാ എന്ന് ആദ്യം കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഖുദാ എന്ന് ആദ്യം കൊടുക്കാം. ഖുദാ. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇസ് ദുനിയാക്കോ ബനാനെ വാല. അത് ശരിക്കും ഈ വരി തന്നെയാണ്. ദുനിയാക്കോ ബനാനെ വാല അതുപോലെ തന്നെ എഴുതിയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഹാക്ക് സെ പൂല് ഉഗാനെ വാല ഹെ. ഹാക്ക് സെ പൂല് ഉഗാനെ വാല അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എഴുതുക. ഹാക്ക് സെ പൂല് ഉഗാനെ വാല ഹെ. ഓക്കെ, വാല ഹെ. അപ്പോൾ നമ്മൾ ആ വരിയുടേത് എഴുതി. ഇനി അടുത്ത വരിൻ്റെ ആണ് എഴുതുക. അടുത്ത വരി ഇവിടെ എങ്ങനെ എഴുതിയത്? ഈ വരി എങ്ങനെ എഴുതിയോ അതുപോലെയാണ് നമുക്ക് ഈ വരി എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഓർ സൂരജ് കോ ചംകാനെ വാല ഹെ. സൂരജ് കോ ചംകാനെ വാല. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ഓർ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓർ ഇട്ടിട്ടുണ്ട്. ഓർ സൂരജ് കോ ചംകാനെ വാല ഹെ എന്നാണ് എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർ ഇട്ടിട്ട് ദരിയാവോं को बहाने वाला है. ओके, और दरियाओं को बहाने वाला है. ഇപ്പോൾ എന്തായി? ആ രണ്ട് വരിയുടെ ആശയമായി. മനസ്സിലായല്ലോ? ആദ്യം ഈ കവിത പറയേ ഷെർ നസ്മ ദുനിയാ കെ രഖ്വാലെ സെ ലിയാ ഗയാ ഹെ. യേ ദുആയ നസ്മ കാ ഷെർ ഹെ. ഇത് പ്രാർത്ഥനാ ഗീതത്തിലെ രണ്ട് വരിയാണ്. ഇസ്മേ ഖുദാ കെ ബാരെ മേ ബയാൻ കർത്തേ ഹെ കെ. ഇതിൽ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത്. ഖുദാ ഹാക്ക് സെ ഫൂൽ ഉഗാനെ വാല ഹെ. ദൈവം മണ്ണിൽ നിന്നും പൂക്കളെ വിരിയിക്കുന്നവനാണ് അല്ലേ? പൂക്കളെ വിരിയിക്കുന്നവനാണ്, ഉണ്ടാക്കുന്നവനാണ്. ഓർ ദരിയാവോं को बहाने वाला है. നദികളെ പുഴകളെ ഒഴുക്കുന്നവനാണ്. അപ്പോൾ
അപ്പോൾ ഈ രീതിയിലാണ് ഇതിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന ആശയമാണ് നമ്മൾ ഈ വരികളിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ വരികൾ ഇതുപോലെ ആശയം ഏത് വരികൾക്കും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത വരി, അടുത്ത പ്രവർത്തനം ഹാസിർഹും മദദ്കോ എന്ന ഡയറിയിൽ നിന്നുള്ളതാണ്. നമ്മൾ പഠിച്ച ഡയറിയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയൂല. ഇന്ന് എനിക്കൊരു പുതിയ ദോസ്തിനെ കിട്ടി. അവൻ്റെ പേര് സമീറാണ്. അവൻ നല്ല കുട്ടിയാണ്. അവൻ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ജോലി ചെയ്യാൻ നിർബന്ധിതനായി. അവന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് അവസരമില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഡയറിയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു 2-3-4 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ് വേണ്ടത്. ഏ കിസ്കി ഡയറി ഹെ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഏ കിസ്കി ഡയറി ഹെ, ഇത് ആരുടെ ഡയറിയാണ്? ഇത് ആരുടെ ഡയറിയാണ്? देखिए, ബാബു കി ഡയറി, ബാബു കി ഡയറി. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എ എന്നുള്ളത് എഴുതുക. എ എന്നുള്ളത് ഇവിടെ എഴുതുക. എ ഇത്, എ ഇത്. ഇനി കിസ്കി ഡയറി ഹെ എന്നുള്ളതെടുത്ത് ബാബു കി ഡയറി, കിസ്കി ഡയറി എന്നതിന് പകരം ബാബു കി ഡയറി എന്നുള്ളത് ഇവിടെ എഴുതുക. ബാബു കി ഡയറി എന്ന് എഴുതി. പിന്നീട് എന്ത് ചെയ്യുക? ഹേ എന്നുള്ളത് ലാസ്റ്റിൽ എഴുതുക. ഇനി ഇതിന് പകരം ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഒരു ഫുൾ സ്റ്റോപ്പ് എടുത്തിട്ട് ഇവിടെ ഇട്ടാൽ ഉത്തരമായി. ये ബാബു കി ഡയറി ഹെ. അടുത്ത ചോദ്യം, ये किस दिन का ഡയറി है? ये किस दिन का ഡയറി നോട്ട് है? അപ്പോൾ നമ്മൾ കിസ് ദിൻ എന്നതാണ് ഇവിടെ ഉത്തരം. ചോദ്യം അല്ലേ? ഇവിടെയാണ് നമ്മൾ ഉത്തരം എഴുതുക. കിസ് ദിൻ എന്നുള്ളിടത്താണ് നമ്മൾ ഉത്തരം എഴുതുക. ബാക്കിയൊക്കെ അതുപോലെ എഴുതുക. എ എന്നുള്ളത് അതുപോലെ എഴുതാം അല്ലേ? ദിൻ കാ ഡയറി നോട്ട് ഹെ എന്നുള്ളതും അതുപോലെ എഴുതുക. ഇവിടെ കിസ് എന്നുള്ളിടത്ത് ഏത് ദിവസമാണ് ഈ ഡയറിയിൽ പറഞ്ഞിട്ടുള്ളത്? മംഗൽ. ये मंगल दिन का ഡയറി നോട്ട് ഹെ. ये मंगल दिन का ഡയറി നോട്ട്. അതിവിടെ എഴുതുക. ഈ കിസ് എന്നുള്ളത് മാത്രം മാറ്റിയാൽ മതി, വേറെയുള്ളൊന്നും മാറ്റണം. ബാക്കിയൊക്കെ അതേപോലെ എഴുതുക. ഈ കിസ് എന്നുള്ളത് മാറ്റിയിട്ട് അതിന് പകരം മംഗൽ എന്ന് എഴുതിയാൽ ഉത്തരം ശരിയാവും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തേൽ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തേത്, ബാബു കെ ദോസ്ത് കാ നാം ക്യാ ഹെ. ഇവിടെ ക്യാ എന്നതാണ് ചോദ്യപദം. അപ്പോൾ ആ വരിയിൽ ഉത്തരം എഴുതുന്ന സമയത്ത് ക്യാ എന്നുള്ളത് മാത്രം എഴുതണ്ട, ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതുക. ബാബു കെ ദോസ്ത് കാ നാം എന്ന് ഈ ചോദ്യത്തിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉത്തരത്തിൽ എഴുതുക. എന്നിട്ട് ഈ ക്യാ എന്ന് വരുന്ന സ്ഥലത്ത് അവൻ്റെ ചങ്ങായിൻ്റെ പേര്, ദോസ്തിൻ്റെ പേര് എന്താണ്? എല്ലാവർക്കും അറിയാം, സമീർ എന്നാണ് അല്ലേ? സമീർ എന്നതാണ് പേര്. അപ്പോൾ ഈ സമീർ എന്നുള്ളത് ഈ ക്യാ എന്ന് വരുന്ന ഈ സ്ഥലത്ത് എഴുതുക. ബാക്കിയൊക്കെ അതുപോലെ എഴുതുക. ബാബു കെ ദോസ്ത് കാ നാം അതൊക്കെ അതുപോലെ എഴുതിയിട്ട് ക്യാ എന്നുള്ളതിന് പകരം സമീർ എന്ന് എഴുതുക. എന്നിട്ട് ഹേ എന്ന് എഴുതുക. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇതാണ് ഫുൾ സ്റ്റോപ്പ്. ആ ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇടുക. ബാബു കോ നീന്ത് നഹി ആയി ക്യോ? ബാബുവിന് ഉറക്കം വന്നില്ല എന്തുകൊണ്ട്? ബാബുവിന് എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തത്? അപ്പോൾ അതിൻ്റെ ഇവിടെ 2 വരിയൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കുറച്ച് എഴുതാണ്ടെന്നല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഈ ബാബുവിന് ഉറക്കം വരാത്തത് എന്തുകൊണ്ട് എന്നുള്ളത്. ബാബുക്കോ നീന്ത് നഹി ആയി. അപ്പോൾ നീന്ത് നഹി ആയി എന്നുള്ളത് എവിടെയാണ് തിരഞ്ഞ് നോക്കുക. ആദ്യത്തിൽ ഏറ്റവും അവസാനമാണ് മുജെ നീന്ത് നഹി ആത്തി. അപ്പോൾ അതിന് മുകളിലുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ മുകളിൽ 2 ചോദ്യങ്ങളുണ്ട്. ഇതിങ്ങനെ ഈ വരികളൊക്കെയാണ്, ഈ 2-3 വരികളാണ് ഈ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നമ്മുടെ ദേശത്ത് ഇതുപോലെയുള്ള എത്രങ്ങാനും കുട്ടികളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവരെന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്. ഇത് ആലോചിച്ചിട്ടാണ് സോച്ച്കർ ഈ ചോദ്യങ്ങൾ എഴുതിയിട്ട് ഈ 2 വരി ചോദ്യങ്ങൾ എഴുതുക. ഹമാരെ മുതൽ, ഈ ഹമാരെ മുതൽ ഇതുവരെയുള്ള 2 ചോദ്യങ്ങൾ എഴുതിയിട്ട് ഏ സോച്ച്കർ ഏ സോച്ച്കർ മുജെ നീന്ത് നഹി ആത്തി എന്ന് എഴുതിയാൽ മതി. ഏ ഹുദാ മേ ക്യാ കർ സക്താ ഹൂ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഏ ഹുദാ മേ ക്യാ കർ സക്താ ഹൂ എന്നുള്ളതൊന്നും എഴുതണമെന്നില്ല. ഏ സോച്ച് ഈ 2 ചോദ്യങ്ങൾ എഴുതിയിട്ട് ഏ സോച്ച്കർ മുജെ നീന്ത് നഹി ആത്തി
ആ രീതിയിൽ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്താം. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടും. ഓക്കെ, ശുക്രിയ, ഖുദാ ഹാഫിസ്.